വൃദ്ധസദനം. രചന ടി വി കൊച്ചുബാവ. പങ്കെടുക്കുന്നവർ സർവശ്രീ എം പി പ്രേമചന്ദ്രൻ, സി എൽ ജോസ്, ഡോക്ടർ എൻ രാജൻ നായർ, കെ എസ് പുരുഷോത്തമൻ, മനു ജോസ്, വി മണികണ്ഠൻ, ടി വി ഗോപിനാഥ്, എ ജെ ഡേവിസ്, വാസുദേവൻ ഇടപ്പള്ളി, ചന്ദ്രൻ അലക്കര, കെ കെ അനിരുദ്ധൻ, ചന്ദ്രൻ മുക്കാട്ടുകര, കെ പി ബി നമ്പ്യാർ, മോഹൻ ചേരപ്പറമ്പിൽ, ശ്രീമതിമാർ സി രമാദേവി, എൻ എസ് ഉഷാറാണി, എൽ വാസന്തി, പ്രിയോൾ എം ആർ, ദിവ്യ കെ, മിനി ജയചന്ദ്രൻ, കുമാരി രമ്യ കൃഷ്ണൻ, മാസ്റ്റർ ശരത് നാരായണൻ. പശ്ചാത്തലം പി ഡി ഫ്രാൻസിസ്. സാങ്കേതിക സഹായം എം ഇന്ദിര. സംവിധാനം കെ എം നരേന്ദ്രൻ, ടി ടി പ്രഭാകരൻ. അപ്പോൾ നമ്മൾ ഇനി വൃദ്ധസദനത്തിലേക്ക്. എന്നു പറയാറായിട്ടില്ല. ഒടുവിലൊരു വൃദ്ധസദനം, അല്ലെങ്കിൽ 6 അടി സെമിട്രി. അതേതായാലും ഉറപ്പാ. അവിടെയല്ലേ വിശ്രമം പ്രതീക്ഷിക്കാവൂ. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ അല്ലേ? ഞാൻ സിറിയക് ആന്റണി. ഞാനേ ഒരു യാത്രയില്ല. എവിടേക്കാണെന്ന് ചോദിക്ക്. തുടക്കം കേട്ടതുകൊണ്ട് വിചാരിക്കും വൃദ്ധസദനത്തിലോട്ടാണെന്ന്. അവിടേക്കൊന്നും എൻ്റെ സാറ എന്നെ എത്തിക്കത്തില്ല. ഞാനേ ഇപ്പോഴേ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ റോയ് മാത്യുവിൻ്റെ അടുത്തോട്ട് പോവുക. എന്നെ അങ്ങേരെ കാണിക്കേണ്ടതായ ചില തകരാറുകളൊക്കെ ഉണ്ടെന്നാ സാറാ പറയുന്നത്. മിണ്ടാതിരിക്കുന്നുണ്ടോ? ഡ്രൈവ് ചെയ്യുന്നതിനിടയിലോട്ടാ ഓരോരോ. മിണ്ടാതിരുന്നേക്കാം. ഞാനിങ്ങനെ സാറയെ പറ്റി പറയുന്നൊന്നും ഇഷ്ടമാവുന്നില്ല. വലിയ അഭിമാനിയാ. എൻ്റെ തകരാറ് മനസ്സിലായില്ലേ? ഞാൻ ചുമ്മാ ഇതും പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, ലേശം മനസ്സമാധാനക്കേടുണ്ടേ എനിക്ക്. എവിടെയോ എന്തൊക്കെയോ ഒരു വേവലാതി. ഇവിടെ ഇരിക്കുമ്പോൾ തോന്നും അവിടെ നിൽക്കണമെന്ന്. അങ്ങനെ അതൊക്കെ ഒന്ന് നേരെയാക്കിയെടുക്കാനാ സാറ എന്നെയും കൊണ്ട് മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് പോകുന്നത്. സാറ എത്ര നല്ലവളല്ലേ. ഇതാണ് ഡോക്ടർ റോയ് മാത്യുവിൻ്റെ നഴ്സിംഗ് ഹോം. വിധിരേഖയിൽ എഴുതി വെച്ചിരുന്നിരിക്കണം ഒരു മനഃശാസ്ത്രജ്ഞനുമായുള്ള എൻ്റെ കൂടിക്കാഴ്ച. വരണം, കാത്തിരിക്കുകയായിരുന്നു. ഇരുന്നാട്ടെ. താങ്ക് യു ഡോക്ടർ. ഞാൻ അറിയാം മിസ്റ്റർ സിറിയക് ആന്റണി. എല്ലാ കാര്യവും ഫോണിലൂടെ ഞാൻ കുറിച്ചു വെച്ചിരുന്നു. അപ്പോൾ തന്നെ മനുഷ്യർക്ക് വേണ്ടാത്ത ആദർശങ്ങൾ, ചിത്രം വര, വായന, പിന്നെ വീട്ടിലെ ടിവിയും ഫ്ലവർ വേസും ഒക്കെ തട്ടിയിട്ട് തകർക്കുക, പ്രായം മറന്ന് കുട്ടികളോടൊപ്പം കളിക്കുക. അതുമാത്രമല്ല ഡോക്ടർ, മറ്റുള്ളവർക്ക് വേദനിക്കുന്നുവെന്ന് അറിഞ്ഞാൽ സഹായിക്കാനായി വെറുതെ ഓടിച്ചെല്ലുക, എന്നിട്ട് അപകടത്തിൽ ചാടുക, അവരുടെ ചീത്ത വിളി കേൾക്കുക. സംഗതി അവിടം വരെ എത്തിയിരിക്കുന്നു. ഡോക്ടർ എന്തോ പറഞ്ഞല്ലോ. അതായത് മിസ്റ്റർ സിറിയക്, മാഡത്തിന് നേരെ വല്ല ആക്രമണവും മനസ്സിലായി. ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വെച്ച് ഇനി ഉണ്ടായിക്കൂടുന്നില്ല അല്ലേ? അതെ. സാറാ, അങ്ങനെ പറയരുത്. ഞാൻ നിന്നെ ഉപദ്രവിക്കുമെന്നോ? എൻ്റെ ഉള്ളിൽ നിന്നോടുള്ള സ്നേഹം, നിന്റെ സ്നേഹം, സ്വസ്ഥമായ നമ്മുടെ ജീവിതം, കുറച്ച് ചിത്രം വര, ലേശം സംഗീതം, അതിലപ്പുറം ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല സാറാ. എൻ്റെ ഉള്ളിലാകെ വ്യസനങ്ങളല്ലയോ. ആഗ്നസിൻ്റെ ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അതൊന്നും മറന്നു കിട്ടാൻ ഈ മദ്യപാനമൊന്നും അറിയാൻ പാടില്ലാത്തോണ്ട് കുട്ടികളോടൊപ്പം. തുടങ്ങി ആഗ്നസിന്റെ ഓർമ്മ പെരുന്നാൾ. നിർത്ത്. സാറയ്ക്ക് വിഷമായെന്ന് തോന്നുന്നു. ആഗ്നസിന്റെ ഓർമ്മ വരുന്നത് നിന്നോടുള്ള സ്നേഹക്കുറവുകൊണ്ടൊന്നും അല്ല സാറാ. എന്നാ ചെയ്യാനാ, ഓർമ്മകൾ അങ്ങനെ വരുവാന്നേ. കുറെ കാലം എന്നെ സ്നേഹിച്ച് ഒരുമിച്ച് കിടന്നുറങ്ങിയതല്ലേ ആഗ്നസ്. ഇക്കണ്ട സ്വത്തും പദവിയും ഒക്കെ എനിക്ക് തന്നിട്ട് അവൾ പോയി, ദൈവത്തിന്റെ അടുത്തോട്ട് പോയി. ടേക്ക് ഇറ്റ് ഈസി മിസ്റ്റർ സിറിയക് ആന്റണി. ഓർമ്മകളില്ലാത്തൊരു ശൂന്യത ഇന്നത്തെ ജീവിതം.
അതല്ലേ താങ്കൾക്ക് വേണ്ടത്? എൻ്റെ ചികിത്സ കഴിയുന്നതോടെ താങ്കൾക്ക് അത് ലഭിച്ചിരിക്കും. പോരെ? താങ്ക് യു ഡോക്ടർ. ഡാഡി വന്നാ കണക്കിന് കിട്ടുന്ന ഇതയ്ക്ക്. നീ എന്താ ഇന്നലെ രാത്രി തന്നെ ഡാഡിയോട് പറയാതിരുന്നേ? എന്നാ ശ്രീയക്കങ്കളിനെ ഷോക്ക് കൊടുക്കാൻ കൊണ്ടുപോകുന്ന തടയുമായിരുന്നില്ലേ ഡാഡി? ഞാൻ മറന്നുപോയതാ ജിതിൻ. ശ്രീയക്കങ്കളിന് വേണ്ടി ഡാഡിയുടെ കയ്യിൽ നിന്ന് എത്ര തല്ല് കിട്ടിയാലും എന്താ? ഇല്ല, അങ്കിളിന് ഷോക്ക് ഒന്നും കൊടുക്കില്ല. ഇടിച്ചിടില്ലേ അങ്കിൾ അവരെയൊക്കെ? ഇല്ലേ ജിതിൻ? ഹലോ ഹലോ, ഞാൻ തന്നെയാ, രേവതി. എത്തിയോ? ആ ഹലോ, ഞാനിവിടെ ട്രാഫിക്കിൽ ഹെൽഡപ്പായിരിക്കുക. അതെ, ഇത്തിരി ദൂരം കൂടി. ഇത്തിരി ദൂരമാണല്ലോ, എപ്പോഴും അകലെ. ഏട്ടാ, എങ്ങനെയെങ്കിലും വേറെ ഏതെങ്കിലും വഴിയിലൂടെ കാറെടുത്ത് ഒന്ന് വേഗം, അല്ലെങ്കിൽ നമ്മുടെ സിറിയക്കിനെ സാറയും റോയും കൂടി. നീ പറയണത് കേട്ടാത്തൊന്നും എനിക്ക് സങ്കടമില്ലാത്ത പോലെ. സങ്കടമുണ്ട്, വളരെ വളരെ. ഇടം വലം തിരിയാനൊക്കാത്ത വിധമാ വാഹനങ്ങള്. നീ കേൾക്കുന്നില്ലേ? അതെ, ഡോക്ടർ റോയിയുടെ അവിടേക്ക് തന്നെയാണെന്നാണോ നികിത ഉറപ്പായും പറഞ്ഞത്? അതെ, ഇന്നലെ അവളോട് സ്വകാര്യമായി പറഞ്ഞുത്രേ. ഡോക്ടർ റോയിയുടെ അവിടെ നിന്ന് ഒരു ഷോക്കും കഴിഞ്ഞ് അങ്കിൾ വലിയ ബുദ്ധിമാനായി തിരിച്ചെത്തുമെന്ന്. ദുഷ്ടനാ റോയ്. രേവതി, വാഹനങ്ങൾ മുമ്പോട്ട് നീങ്ങി തുടങ്ങി. ഫോൺ വെച്ചോളൂ. ഞാൻ അവിടെ വേഗം എത്താൻ പ്രാർത്ഥിച്ചോളൂ. ഭാഗ്യമുണ്ടെങ്കിൽ സിറിയക്കിനൊന്നും സംഭവിക്കില്ല. ഒരു കീവേഡാണ് ഞാൻ ഉപയോഗിച്ചത്. മനസ്സിന്റെ കാര്യമാവുമ്പോൾ പെട്ടെന്നൊരു ഓപ്പണിംഗ് കിട്ടാൻ വേണ്ടി രോഗിയെ മുമ്പിലിരുത്തി നേർക്കുനേരെ ചോദിക്കുന്നതാണ് നല്ലത്. പഴയ സൈക്യാട്രിസ്റ്റുകൾ പറയും അത് പ്രാകൃതമാണെന്ന്. വിഡ്ഢികൾ. എന്നെ ആക്രമിക്കാറുണ്ടോ എന്ന ചോദ്യമല്ലേ ഡോക്ടർ ഉദ്ദേശിച്ചത്? എക്സാക്ട്ലി. മാഡം അവസരത്തിനൊത്ത് മറുപടിയും തന്നു. എന്തൊരു ബുദ്ധികൂർമ്മത. ഒരു കോംപ്ലിമെന്റും തെറ്റിദ്ധരിക്കല്ലെങ്കിൽ പറഞ്ഞോട്ടെ, മാഡം സുന്ദരിയാണ്. കോംപ്ലിമെന്റ്സ് അസന്തോഷം സ്വീകരിച്ചിരിക്കുന്നു. താങ്ക് യു. അങ്ങനെ മാഡത്തിനോടൊരു ചോദ്യം ചോദിച്ചതോടെ എല്ലാം വിശദമായി സിറിയക്കിലൂടെ വെളിച്ചത്ത് വന്നില്ലേ? ഇതാണ് പ്രൊഫഷണലായ ഒരു എഫിഷ്യന്റ് സൈക്കാട്രിസ്റ്റിന്റെ വിജയം. ഇനിയൊരു ബ്രെയിൻ CT സ്കാൻ, ഒരു ECT എന്ന് വെച്ചാൽ ഷോക്ക്, എല്ലാം ഏർപ്പാടാക്കി കഴിഞ്ഞു. ഷോക്ക് എന്നൊക്കെ പറയുമ്പോ വല്ല കുഴപ്പം? ഏയ്, ആവശ്യമില്ലാത്തൊരു ചിന്തയെ സ്ഥലം മാറ്റുക, അത്ര തന്നെ. വേണ്ടി വന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു ഷോക്ക് കൂടി. കുഴപ്പക്കാരനല്ലാത്ത അടങ്ങി ഒതുങ്ങി ഒരിടത്തിരിക്കുന്ന ഒരാളോടൊപ്പം മാഡത്തിന് സസുഖം ഒരു ജീവിതം. എന്താ? ഞാൻ നഴ്സ് സുശീല, അത് നഴ്സ് സോണിയ. ഷോക്ക് നൽകാനുള്ള ഉപകരണങ്ങൾ യഥാവിധി ഒരുക്കുകയാണ് ഞങ്ങൾ. മഹാപാപത്തിനുള്ള തയ്യാറെടുപ്പ്. ജീവിക്കണ്ടേ? ഇന്നും ഒരു ലക്ഷപ്രഭു വീണിട്ടുണ്ട് ഡോക്ടർ റോയിയുടെ വലയിൽ. എന്താ അയാളുടെ പേര്? സിറിയക് ആന്റണി. ഡോക്ടറുടെ ഭാഗ്യം. നാട് മുഴുക്കെ ഭ്രാന്തന്മാരാണെന്നാ തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭ്രാന്തില്ലാത്തത് ആർക്കാ? ഇവിടുത്തെ മുഴുഭ്രാന്തനാരാ? ഡോക്ടർ റോയ് തന്നെ. അമേരിക്കയിൽ നിന്നുള്ള ബിരുദക്കാരന് സ്വന്തമായി കിട്ടിയത് വേലക്കാരൻ്റെ ഒപ്പം ഒളിച്ചുപോയ പെണ്ണും ഈ നഴ്സിംഗ് ഹോമും കണക്കില്ലാത്ത സ്വത്തും. എല്ലാം കൊണ്ടും നേട്ടം, ഭാഗ്യം. രാത്രിയിൽ ഉറങ്ങുന്നുണ്ടാവോ അയാള്? സുഖമായി ഉറങ്ങുന്നുണ്ടാവും. പകരം ഉള്ളിലെ ദേഷ്യം തീർക്കുകയായിരിക്കും രോഗികൾക്കടുത്ത്. വരുന്നവർക്കെല്ലാം ഷോക്ക്. 2 ഗുളിക പുറത്തു തട്ടിയ ഒരു ആശ്വാസവാക്ക്, അത്രയും മതി മിക്ക രോഗികൾക്കും. അതുകൊണ്ട് രോഗിയുടെ ബന്ധുക്കൾക്ക് വിശ്വാസം വരില്ല. സ്കാനിങ്, ആ പരിശോധന, ഈ പരിശോധന, ഷോക്ക് ഒക്കെ കൂടിയേ തീരൂ. എല്ലാത്തിനും പണം തന്നെ മുഖ്യം. സുശീല, നീ ആ ഹെഡ് എക്യുപ്മെന്റും ടങ് ഡിപ്രസറും എടുത്തു വയ്ക്ക്. സിറിയക് ആന്റണിയെ കാണണം. എന്ത് ചുറുചുറുക്കാന്നറിയോ? ഭംഗിയിൽ അങ്ങനെ ഡ്രസ്സ് ചെയ്ത്. അയാൾക്കൊരു ഭ്രാന്തുമില്ല. 2ാം ഭാര്യ നിർബന്ധിച്ചു കൊണ്ടുവന്നിരിക്കുക. കേമിയ, ചെറുപ്പ. അയാളെ ഭ്രാന്തനാക്കി കിടത്തിയാല്
ഇനി ചെറിയൊരു ഷോക്ക്. എന്താ ഭയമുണ്ടോ മിസ്റ്റർ സുറിയക്കിന്? ഭയമോ? എന്തിന്? എല്ലാം എന്റെ സാറയ്ക്ക് വേണ്ടിയല്ലേ. കുട്ടികളോടൊപ്പം കളിക്കാതിരിക്കുക, അലങ്കാരങ്ങൾ കേടുവരുത്താതിരിക്കുക, സാറയ്ക്ക് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യാതിരിക്കുക, അതിനുള്ള ഏത് ചികിത്സയ്ക്കും ഞാൻ റെഡി. ഡോക്ടർ പണിക്കരുടെ കുട്ടികൾ ആഹ്ലാദവും സ്നേഹവുമായി വൈകുന്നേരങ്ങളിൽ കടന്നു വരുമായിരുന്നു. ഞാൻ അവരോടൊപ്പം കുന്നുംപുറത്തും കടൽക്കരയിലും ഓടിക്കളിക്കുമായിരുന്നു. അവർക്കും ആഗ്നസിനും വേണ്ടി പിയാനോ വായിക്കുമായിരുന്നു. കുട്ടികൾക്ക് ഓരോരോ തമാശകൾ കാണിക്കുമ്പോഴും ആഗ്നസ് രോഗക്കിടക്കയിൽ കിടന്ന് പൊട്ടിച്ചിരിക്കുമായിരുന്നു. ആഗ്നസ്, എന്തു പറ്റി? നീ വല്ലാതെ വിയർക്കുന്നല്ലോ. എന്തോ ഒരു വിമ്മിഷ്ടം പോലെ. ഡോക്ടറെ വിളിക്കണോ? വേണ്ട സിറിയക്, ഞാനൊരു കാര്യം പറഞ്ഞ സങ്കടപ്പെടൂ. സങ്കടപ്പെടില്ലാന്ന് വാക്ക് തരൂ. എന്താ സിറിയക് മിണ്ടാത്തെ? എന്നെ സങ്കടപ്പെടുത്തുന്ന എന്തോ ആണ് ആഗ്നസ് പറയാൻ പോകുന്നത്. വേണ്ട, എനിക്കത് കേൾക്കണ്ട. ആ കൈ ഒന്നിങ്ങോട്ട് തരൂ. അങ്ങനെ ഈ ലോകത്തിലെ മുഴുവൻ സന്തോഷവും ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ട് സിറിയക്. പക്ഷേ ഈ സന്തോഷം മനുഷ്യ ജീവിതത്തിൽ എത്ര ചെറുതല്ലേ. ദൈവത്തിന്റെ ലോകത്ത് കൊല്ലങ്ങളെ നിമിഷങ്ങളാത്രേ. ഒരു നിമിഷം കൂടി എന്നിരിക്കാൻ അവസരം തരാതെ ഇങ്ങനെ സിറിയക്, ഞാൻ പോകട്ടോ. അവൾ പുഞ്ചിരി പൊഴിച്ചു. അവൾ ഭരിച്ചു. എന്റെ കൈക്കുടന്നയിലിരുന്ന് അവളുടെ വിരലുകൾ തണുത്തു വരുന്നത് ഞാൻ അറിഞ്ഞു. അറിയാമോ ആഗ്നസിന് മുൻകൂട്ടി നിശ്ചയമുണ്ടായിരുന്നു താൻ മരിക്കാൻ പോവുകയാണെന്ന്. മിസ്റ്റർ സുറിയക്ക് എന്തേ നിന്ന് കളഞ്ഞത്? അതെ, ഞാൻ ഈ ചുവരിൽ എഴുതിയത് വായിക്കുകയായിരുന്നു. ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല കേമൻ, ഇച്ഛകളെ അതിജീവിക്കുന്നവനാണ്. എങ്ങനെയുണ്ട്? ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഡോക്ടർ പണിക്കർ. എവിടെയാ ഡോക്ടർ റോയ്? സർ, അത് എനിക്കറിയാം അവൻ്റെ കൺസൾട്ടിംഗ് റൂം. അല്ലെങ്കിൽ എന്തിനാ അങ്ങോട്ട്? അവനുണ്ടാകുന്ന ഏക സ്ഥലമല്ലേ ഉള്ളൂ, ഷോക്ക് ട്രീറ്റ്മെന്റ് റൂം അല്ലേ? അങ്ങോട്ടാർക്കും പ്രവേശനമില്ല സർ. മെല്ലെ മെല്ലെ, ധൃതി എന്തിനാ? ഞാൻ കയറി കടന്നു കഴിഞ്ഞു. ഇനി ആ കൊടിലെടുത്ത് എന്റെ നെറ്റിയിലോട്ട് പിടിപ്പിച്ച് സ്വിച്ച് ഇട്ടാട്ടെ. ഞാൻ പിടയത്തൊന്നുമില്ല. സാധാരണ ആളുകളെ പോലെ എതളയും പതലയും ഒലിപ്പിച്ച് അയ്യേ, എനിക്കിഷ്ടമല്ലാതൊന്നും. മിണ്ടാതെ കിടക്ക സിറിയക്. കിടക്കുകയാണല്ലോ സാറ പേടിക്കുന്ന എന്തിനാ? നേഴ്സ്, എല്ലാം റെഡിയാണല്ലോ? അതെ സർ. എങ്കിൽ ടങ് ഡിപ്രസർ വെച്ചോളൂ. വാതിൽ തുറക്കുന്നുണ്ടോ അതോ ചവിട്ടി പൊളിക്കണോ? ഹായ്, അത് പണിക്കരാണല്ലോ. വാതിൽ തുറന്നു കൊടുക്ക് വേഗം. തുറക്കരുത് ഡോക്ടർ. ഹായ് പണിക്കർ, നീ വന്നല്ലോ. ഇപ്പൊ കുറച്ചുകൂടെ ധൈര്യമായി. ഇനി ടങ് ഡിപ്രസർ വെച്ചാട്ടെ. ഈശ്വരന് സ്തുതി. ഡോക്ടർ റോയിയുടെ പ്രയോഗം തുടങ്ങിയിട്ടില്ല. ആശ്വാസം.
ഡോക്ടർ പണിക്കർ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഇതെന്റെ നേഴ്സിംഗ് ഹോം. തന്നെ പുറത്താക്കാൻ എനിക്ക് ഒരു നിമിഷം വേണ്ട. ശണ്ട വേണ്ട, ഞാനിതാ കിടന്നു കഴിഞ്ഞു. സിറിയക്, ചുമ്മാ ചെറിയൊരു ഷോക്ക്, അത്രേ ഉള്ളൂന്നേ. സാറയ്ക്ക് വേണ്ടി അല്ലേ? എന്നാലും ഇത്രയും വേണ്ടിയിരുന്നോ സാറാ? ഇതെന്റെ കുടുംബകാര്യം, വെറുതെ ഇടപെടരുത്. എനിക്കെന്റെ സിറിയക്കിനെ വേണം. അതിനാ അവന് ഷോക്ക് കൊടുത്ത് ഒരു മരിച്ച മനുഷ്യനാക്കുന്നതല്ലേ? അവന്റെ ഒരു ഷോക്ക് എക്യുപ്മെന്റും മണ്ണാങ്കട്ടയും. സിറിയക്, എഴുന്നേൽക്കടാ. ഡോക്ടർ പണിക്കർ, വേണ്ട, അതിര് കിടക്കുന്നു. അടിച്ചു പുറത്താക്കണ്ടെങ്കിൽ പോകുക നല്ലത്. അടിക്കാൻ വാടാ, വാ. 2 ഡോക്ടർമാർ തമ്മിൽ വേണ്ടതായ അണ്ടർസ്റ്റാൻഡിംഗ് താൻ തകർത്തിരിക്കുന്നത്. പകരം നീയോ? സ്നേഹവും അനുസരണയും മാത്രമുള്ള, മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കരുത്തില്ലാത്ത ഒരു പാവത്തിനെ. അല്ല, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ഈ സാറയാണ് എല്ലാറ്റിനും. മിസ്റ്റർ പണിക്കർ, വെറുതെ നാണം കെടരുത്. എല്ലാ ബഹുമാനത്തോടും കൂടിയാ ഞാനിത് പറയുന്നത്. ദയവായി പുറത്തു പോണം. പോകും, സിറിയക്കിനെയും കൊണ്ട്. സിറിയക്, വാടാ, പോകാം. ഇവൻ മനോരോഗിയാണത്രേ. മനുഷ്യത്വവും സ്നേഹവും ഭ്രാന്താക്കുക. സാറാ, നിനക്കിതെന്തു പറ്റി? പറയാമായിരുന്നില്ലേ ഒരു വാക്ക്? ഇവനെ മടുത്തൂന്ന് ഞാൻ കൊണ്ടുപോകുമായിരുന്നല്ലോ. സിറിയക്, നടക്കട. അല്ലേ, അതായത് ഈ ഷോക്ക് എന്നൊക്കെ പറയുമ്പം നിസ്സാര സംഗതിയല്ലയോ? ആ യന്ത്രമൊക്കെ വെച്ച് ലേശം കറണ്ട് എന്തു ആവാനാ? അല്ലെങ്കിൽ ഇപ്പം സാറയ്ക്കും ഡോക്ടർ റോയ്ക്കും വിഷമാവത്തില്ലയോ? നടക്കാനാ സിറിയക്കിനോട് പറഞ്ഞത്. You bloody... വേണ്ട, അവർ പൊയ്ക്കോട്ടെ. എനിക്ക് വേണ്ടത് രേഖകളാണ് ഡോക്ടർ റോയി. സിറിയക്കിനെ ഇവിടെ കിടത്തി ചികിത്സിച്ചു. കൊടിയ ഭ്രാന്തായിരുന്നു. അതിന്റെ രേഖകൾ. മനസ്സിലായോ? ഇന്നത്തെ ടെൻഷന് ഒരു പെഗ് പോരാ. വീട്ടിൽ ചെല്ലുമ്പോ രേവതി പ്രശ്നം ഉണ്ടാക്കും. എനിക്കും ഒരു പെഗ് വേണമെന്ന് തോന്നുന്നു. ഈയിടെയായി എനിക്ക് നിന്നെ തീരെ മനസ്സിലാക്കാനാവുന്നില്ല. നിന്റെ ഈ പോക്ക് എങ്ങോട്ടാണ്? അറിയത്തില്ല. അല്ലേൽ ആർക്കാ സ്വന്തം വിധിയെക്കുറിച്ച് അറിയാവുന്നു? ആഹാ, താത്വികം വിട്. മറ്റുള്ളവരെ സ്നേഹിക്കുക, അനുസരിക്കുക എന്നതിനൊക്കെ അർത്ഥം സ്വയം ഫൂളാവുക എന്നല്ല. അങ്ങനെ ഒരിടത്തും എഴുതി വച്ചിട്ടില്ല. ഉണ്ടോ? നീ ധാരാളം വായിക്കുന്നവനല്ലേ? വായനയും ജീവിതവും രണ്ടല്ലേ? എന്തോ അറിയില്ല. എല്ലാം നിനക്കറിയാവുന്ന കഥകൾ. തെരുവിൽ നിന്ന് ആഗ്നസിൻ്റെ മാളികയിൽ വന്ന വേലക്കാരൻ പയ്യന് നെഞ്ചുറപ്പുണ്ടായിരുന്നു. ആഗ്നസിൻ്റെ സ്നേഹത്തിലേക്ക് ചെന്നപ്പോഴും അനർഹമായത് നേടുന്നുവെന്ന് തോന്നില്ലായിരുന്നു. 20 വർഷത്തെ ദാമ്പത്യം, അവളുടെ കണക്ക് സ്വത്തിനുടമ, പടയിൽ ജയിച്ച രാജാവിൻ്റെ അഹന്ത, പണം പണം. എന്നിട്ട് ആ പണത്തിന് ആഗ്നസിൻ്റെ ജീവൻ പിടിച്ചു നിർത്താൻ കഴിഞ്ഞോ? ഒരു കുഞ്ഞിനെ തരാനായോ? ശരിക്കും ഞാൻ ഒറ്റയ്ക്കല്ലേ? ആവശ്യത്തിലേറെ സ്വത്ത് കൈവശമുള്ളവർക്ക് തോന്നുന്ന ജീവിതാസക്തി, അതാ ഇപ്പോഴത്തെ നിന്റെ ഈ പേടി. സ്വത്ത്. നിന്നോട് ഇതുവരെ പറയാത്തൊരു കാര്യം. സ്വത്തൊക്കെ ഞാൻ സാറായുടെ പേരിൽ എഴുതി കഴിഞ്ഞു. സിറിയക്, സത്യമാണോ? അവൾ ആവശ്യപ്പെട്ടു, ഞാൻ അനുസരിച്ചു. അല്ലേൽ എനിക്കെന്തിനാ സ്വത്ത്? സ്വത്ത് എഴുതി വാങ്ങിക്കുക, നിന്നെ ഷോക്കിലേക്ക് എത്തിക്കുക. സാറയുടെ ബുദ്ധി അപാരം. ശരിയാ, നിനക്കെന്തിനാ സ്വത്ത്? എനിക്കതുണ്ടല്ലോ ധാരാളം. എന്നാലും ഒരു തലോടൽ, 2 നല്ല വാക്കുകൾ,
ഞാൻ അതിലേക്ക് അങ്ങ് തല ചായച്ചു കൊടുക്കും. വ്യക്തിത്വമില്ലായ്മയാണ്, അറിയാം. മതി, നിർത്ത്. നിന്നെ എല്ലാ വിധത്തിലും നശിപ്പിച്ചു കഴിഞ്ഞു സാറ. അവളോട് രണ്ട് പറഞ്ഞിട്ട് തന്നെ ബാക്കി. പറയണം. ഡോക്ടർ പണിക്കർ, തനിക്ക് എന്നോട് എന്താ പറയാനുള്ളത്? ഞാനിവിടെ മറഞ്ഞു നിന്ന് എല്ലാം കേൾക്കുമായിരുന്നു. തന്റെ ധാർമ്മിക രോഷമൊക്കെ തന്റെ വീട്ടിൽ മതി. ഇതെന്റെ വീട്, മനസ്സിലായോ? സാറാ, അരുത്, ഇത് നമ്മുടെ പണിക്കരാണ്. മറന്നിട്ടില്ല. ആഗ്നസിന്റെ നേഴ്സായി ഞാൻ ഇവിടെ വന്നത് ഇയാൾ റെക്കമെൻഡ് ചെയ്തിട്ട്. ഓർക്കുന്നുണ്ട്, ഒക്കെ ഓർക്കുന്നുണ്ട്. മനസ്സിലായി സാറയല്ലേ? കുറെ നേരമായി കാത്തിരിക്കുന്നു അല്ലേ? ഇന്ന് രോഗികളുടെ വല്ലാത്ത തിരക്ക്. ഹാർട്ടുള്ളത് കൊണ്ട് എല്ലാവർക്കും അതിനാ കേട്. ഇതാരാ? അപ്പച്ചനാ. എന്താ അപ്പച്ചന്റെ പേര്? റാഫേൽ. അപ്പച്ചന് സംസാരിക്കാൻ കഴിയില്ല സാർ. ഓ സോറി, ഞാനത് അറിഞ്ഞില്ല. അപ്പോ ഹോം നഴ്സായിട്ടാ സാറെ അപ്പോയിന്റ് ചെയ്യുന്നത്. ബയോഡാറ്റയൊക്കെ ഞാൻ നോക്കിയിരുന്നു. എക്സലന്റ്. എന്റെ കുടുംബ സുഹൃത്താ മിസ്റ്റർ സിറിയക് ആന്റണി. സിറിയക്കിന്റെ ഭാര്യ ആഗ്നസിന് തീരെ വയ്യ. എന്താ രോഗം എന്ന് ഞങ്ങൾ ഡോക്ടർമാർക്കും കണ്ടുപിടിക്കാനായിട്ടില്ല. സാറയുടെ പ്രധാന ജോലി ആഗ്നസിനെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. എന്താ, സമ്മതമല്ലേ? ഉപകാരം സാർ, മറക്കില്ല, മറക്കില്ല. ഇതും മറന്നിട്ടില്ല. എന്നെ സിറിയെ കെട്ടുന്നതിന് ഇടനിലക്കാരനായി തന്നുന്നത്. സിറിയക്, നീ സാറയെ വിവാഹം കഴിക്കണം. അതിലേറ്റവും സന്തോഷിക്കുക ഞാനും രേവതിയുമാണ്. ഇവിടത്തെ താമസത്തിനിടയിൽ നിന്നെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കിയിട്ടുണ്ട് സാറ. പക്ഷേ ആഗ്നസിനെ ഓർത്താണ്. ആഗ്നസ് ഇത് നിറഞ്ഞ ഹൃദയത്തോടെ സമ്മതിക്കൂടാ, എനിക്കുറപ്പുണ്ട്. സിറിയക്, നീ മറുപടി പറഞ്ഞില്ല. എങ്കിൽ പിന്നെ ഒക്കെ നിന്റെ ഇഷ്ടം പോലെ ആട്ടെ. ഈ സന്തോഷത്തിന്റെ പേരിൽ ഇന്നൊരു ഉഗ്രം പാർട്ടി ഞങ്ങളുടെ വക. പക്ഷെ പണിക്കർ, താൻ ഒന്ന് മറന്നു. താൻ ഇടപെട്ടിരുന്നില്ലേലും ഞങ്ങൾ വിവാഹിതരാകുമെന്ന്. തന്റെ ഇടപെടലിനൊക്കെ മുമ്പേ ഞങ്ങൾ മനസ്സുകൊണ്ട് അടുത്തിരുന്നുവെന്ന്. തന്റെ പൊളിച്ച റെക്കമെൻഡേഷൻ ഇല്ലായിരുന്നേലും നടക്കുമായിരുന്നു സിറിയയ്ക്ക് ഞാനുമുള്ള വിവാഹമെന്ന്. അതുകൊണ്ട് പ്ലീസ് മിസ്റ്റർ പണിക്കർ, മേലിൽ ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിലേക്ക് ഒരു ചീത്ത മനുഷ്യന്റെ ഇടപെടലുമായി കടന്നു വരരുത്. ഇന്നലെ രാത്രിയില് ശരിക്കും പേടിച്ചിരുന്നു അല്ലേ സിറിയക്? കുറെ പിണങ്ങിയാലോ വഴക്കടിച്ചാലോ എന്ന് കരുതിയതാ ഞാനും. പകരം നിറഞ്ഞ സ്നേഹം, എനിക്കിഷ്ടപ്പെട്ട വിഭവങ്ങളുടെ ഡിന്നർ. വാസ്തവത്തിൽ ഇന്നലത്തെ രാത്രി അതൊരു സ്വപ്നമായിരുന്നോ? എന്റെ സിറിയക്കിനോട് എനിക്ക് പിണങ്ങാൻ പറ്റുമോ? ഞാൻ വിചാരിച്ചില്ല കേട്ടോ സിറിയക്കിന് എന്നോട് ഇത്രയും സ്നേഹവും അനുസരണയും ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞാൽ എന്തു അനുസരിക്കോ? സംശയമുണ്ടോ സാറയ്ക്ക്? ഓ എന്റെ സിറിയക്ക്. അല്ല, ആ പാസേജിലൂടെ നീല ജീൻസുകാരൻ നമ്മെ തന്നെയല്ലോ നോക്കുന്നത്? ആര്? ഓ, സിറിയക്കിന് തോന്നിയതാവൂ. ആ, അത് ഡൊമിനിക് ആണല്ലോ. ഹായ് ഡൊമിനിക്. ആരാവൻ? നിന്നെ നല്ല പരിചയമുണ്ടല്ലോ. എനിക്ക് അവന്റെ ജീൻസും ബാഗി ഷർട്ടും കറുത്ത കണ്ണടയും ഒന്നും പിടിക്കുന്നില്ല. ഓ, ഒരു പാവം കവിയാ. എവിടെയോ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. വിഷു ചെയ്ത് അതുകൊണ്ടാ. കവിയാണോ? എങ്കിൽ ഞാനൊന്ന് പരിചയപ്പെട്ടോട്ടെ. ചുമ്മാതിരി. ആ, നമ്മൾ ഇതുവരെ ഓർഡർ ഒന്നും കൊടുത്തില്ലല്ലോ. ഏയ് വെയിറ്റർ. യെസ് മാഡം. 2 ഐസ്ക്രീം സ്ട്രോബെറി. ഐസ്ക്രീമോ? വല്ലപ്പോഴും ലേശം ഷുഗറൊക്കെ ആവാം. മരിച്ചു പോയവരുടെ നിബന്ധനകൾ എപ്പോഴും പാലിക്കണമെന്നില്ല. പൂച്ച എലിക്കുഞ്ഞിനെ കൗതുകപൂർവ്വം തട്ടിക്കളിക്കുന്നു. സാറ, ആ കവി നിന്നെ തന്നെയാണല്ലോ നോക്കുന്നത്? നോക്കിക്കോട്ടെ, നീ നമുക്ക് സൗന്ദര്യമുള്ളതുകൊണ്ടല്ലേ.
സാറേ, അങ്ങനെ ആരും നോക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ചെന്ന് അവന്റെ കവിമോന്തയ്ക്ക് 2 കൊടുത്താലോ? സിറിയൊക്കെ ഇടിക്കുമെന്ന് പറഞ്ഞാ ഇടിക്കും. ഞാൻ ചെന്ന് ചോദിക്കാം അയാളോട്. പെണ്ണുങ്ങൾക്കും തന്റെ ഇടമുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കണല്ലോ. എന്താ? അതും ശരിയാ. കനത്തിൽ 4 വാക്ക് ചോദ്യം അവനോട്. മിസ്റ്റർ, എന്താ ഇത്? ഒരു വക നോട്ടോ മട്ടും. എന്റെ ഭർത്താവിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഭേഷ്, അങ്ങനെ പറഞ്ഞു കൊടുക്ക്. എന്തേ വൈകിയത് ഡൊമിനിക്? ഞാൻ കാത്തിരിക്കായിരുന്നു. ഷോക്ക് കൊടുക്കാൻ ഒത്തില്ല എന്ന് കേട്ടു. ഇനിയിപ്പോ എന്താ പ്ലാൻ? ആലോചിച്ചു വരുന്നു. നഗരത്തിൽ നിന്ന് അകലെ ഒരു വൃദ്ധസദനമുണ്ട്. മിസ്റ്റർ ഇർവാദീസ അതിന്റെ ഡയറക്ടർ. കാശ് ഇഷ്ടം പോലെ കൊടുത്താ അയാൾ ഏറ്റി വാങ്ങിക്കോളും സിറിയക്കിനെ. ഒക്കെ ഇർവാദീസുമായി സംസാരിച്ചു വെച്ചിട്ടുണ്ട്. ആ പണിക്കാരെ കണ്ണു വെട്ടിക്കലില്ല കാര്യം. സിറിയക്ക് വളഞ്ഞു തരും. 2 ചെവി അറിയാതെ അവിടെ എത്തിക്കുന്നതാ റിസ്ക്. താൻ എന്ത് വേണേലും ചെയ്യേ സാറാ, എനിക്ക് ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു. തിരക്ക് പിടിക്കാതെ പൊന്നേ, എല്ലാം നിയമാനുസൃതം. അതാ ബുദ്ധി. ദേ, നമ്മൾ സംസാരിച്ച് സിറിയക്കിന് സംശയം ഉണ്ടാക്കേണ്ട. ഞാൻ സൗകര്യത്തിന് വിളിക്കാം. ഹലോ, ഞാൻ നർമ്മൽ ഭവനം വൃദ്ധസദനത്തിൻ്റെ ഡയറക്ടർ ഇർവാദിസ്. SI സാറേ, ഇവിടത്തെ ഒരു അന്തേവാസിനി മരിച്ചു. തള്ളയാ? ആത്മഹത്യയൊന്നുമല്ല. തള്ളയ്ക്ക് അതിനുള്ള ആരോഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല. തള്ള കുറെ കാലമായി മരണം അഭിനയിച്ച് എല്ലാവരെയും പറ്റിക്കുന്നു. മരിച്ചെന്നെല്ലാവർക്കും ഉറപ്പാകുമ്പോൾ തള്ള എഴുന്നേറ്റിരിക്കും. പ്രാർത്ഥനാലയത്തിൽ വെച്ചാ ഇതിൻ്റെ അരങ്ങേറ്റം. ഇന്ന് വെളുപ്പാങ്കാലത്ത് ആരോരും അറിയാതെ തള്ള അങ്ങ് മരിച്ചുപോയി. ഓരോരോ തമാശകൾ. ഉണ്ടുണ്ട്. സദനം ഡോക്ടറെ വിവരം അറിയിച്ചിട്ടുണ്ട്. SI സാറിനെയും ഒന്ന് അറിയിക്കലാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. സദനം ഡോക്ടർ എത്തിക്കഴിഞ്ഞു. അപ്പോഴേ ഞാൻ ഫോൺ വെക്കട്ടെ. എടോ മാനേജരെ. യെസ് സർ. താൻ ഡോക്ടറെയും കൂട്ടിപ്പോയി ശവം പരിശോധിപ്പിച്ച് സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങിച്ചേരേ. എടോ മാനേജരെ, തള്ളയുടെ ശവത്തിനടുത്തിരിക്കാൻ കൊള്ളാവുന്ന കുറച്ച്, അതെ, കണ്ടാൽ ആ ദാരിദ്ര്യം തോന്നുന്ന കുറച്ച് വൃദ്ധന്മാരെ തയ്യാറാക്കി നിർത്ത്. പത്രപ്രവർത്തകരെയും ഫോട്ടോഗ്രാഫറെയും ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. സർ, ആ ഇയാക്കു മൂപ്പര് മരിച്ച അമ്മാമ്മയുടെ മുറിയിലോട്ട് ആരെയും കടത്തിവിടുന്നില്ല. അമ്മാമ്മയുടെ മുറിക്ക് മുമ്പിലാകെ പുല്ലുകളാണത്രേ. പുല്ലുകൾ പറിച്ചുകൊണ്ടിരിക്കുക മൂപ്പര്. എന്തോ ചെയ്യുമെന്ന് പറ. പുല്ലുപറി മടുത്തിട്ട് ആ തന്തയെ മക്കൾ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. നിലയും വിലയുമുള്ള മക്കളല്ലയോ. വലിയ വലിയ ആളുകളൊക്കെ വരുമ്പം തന്ത ഇങ്ങനെ മുറ്റത്ത് നിരങ്ങി പുല്ലും പറിച്ചുകൊണ്ടിരുന്ന എന്തോ ചെയ്യും. എടോ മാനേജരെ, തന്തയെ മുറ്റത്തോട്ട് വലിച്ചിട്ടേക്ക്. അല്ലേ വേണ്ട, എങ്ങനെയും പൊക്കിയെടുത്ത് തള്ളയ്ക്ക് അടുത്തുകൊണ്ടിരുത്ത് വേഗം. ആകെയുള്ള ഒരു രസമായിരുന്നു അമ്മൂമ്മ. അതും തീർന്നു. ആരും ശബ്ദമുണ്ടാക്കരുത്. എല്ലാവരും ഒന്ന് മാറി നിന്നേ. ഒരു മൃതദേഹത്തിന് അത്യാവശ്യം വേണ്ടത് കാറ്റും വെളിച്ചവുമാ. നിങ്ങൾ മരിക്കുമ്പോഴേ അത് മനസ്സിലാകൂ. മാറി നിൽക്ക്. ഞാനൊന്ന് പരിശോധിക്കട്ടെ. മരിച്ചാലും പരിശോധനയോ? ഇല്ലേൽ 4 കാലിൽ വരും. പിന്നീട് ജീവിച്ചിരിക്കുന്ന ചില പ്രേതങ്ങൾ അറിയാമോ? അല്ല, നമ്മുടെ നാടാര് ഇതെന്തുവാ കാണിക്കുന്നേ? എന്റെ മോതിര വിരലുണ്ട് അമ്മാമ്മയുടെ കവിളത്ത് ഒന്ന് തൊട്ടു നോക്കിയതാ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് എന്നെ വിശ്വസിപ്പിക്കണല്ലോ. എന്നാലേ എനിക്കും ഒന്ന് തൊടണം. എനിക്കും തൊടണം. അല്ല, നീ എന്താ തൊടാത്ത? ഞാൻ തൊട്ടു. അല്ല, നമ്മുടെ ഈയാക്ക് മൂപ്പര് മാത്രം അമ്മാമ്മയെ തൊട്ടില്ലല്ലോ. മൂപ്പരെ കൊണ്ട് തൊഴിയിക്കണ്ടായോ? എല്ലാരും തൊട്ടിട്ട് മൂപ്പര് മാത്രം തൊടാതിരുന്ന അമ്മാമ്മയ്ക്ക് ശാന്തി ലഭിക്കില്ല. മൂപ്പരെ, ഈയാക്ക് മൂപ്പരെ ഒന്ന് തൊട്ടോട്ടെ. തൊടാം. എന്നും തൊട്ടോണ്ടിരിക്കാൻ അവളുടെ ശവം ഇവിടെ വെച്ചാക്കാമെങ്കിൽ. മൂപ്പർക്ക് ഒരു ജോലി തുടങ്ങി വെച്ചാ പിന്നെ നിർത്താൻ പറ്റില്ല. അതിന് ശവല്ലേ ഇത്, പുല്ലല്ലോ.
ചിരിക്കാണല്ലേ? എന്റെ ഏലിക്കുട്ടി മരിച്ചു കിടക്കുന്നിടത്ത് ഇരിക്കുകയാണല്ലേ? അയ്യാ, എന്തൊരു പൂതി! ഇതേ ഞങ്ങളുടെ അമ്മാമയാ. അല്ല അല്ല, ഇത് എന്റെ ഏലിക്കുട്ടിയാ. എന്റെ അമ്മാമേ. അമ്മാമേ, ഇതാ അമ്മാമയെ പൊന്നുപോലെ നോക്കിയ ഈ മകൻ വന്നിരിക്കുന്നു. എന്തായി ഡോക്ടർ? ഈ മരണം സ്വാഭാവികമാണ്. താങ്ക് യു ഡോക്ടർ. എടോ മാനേജരെ, സർട്ടിഫിക്കറ്റ് ഫയലിൽ സൂക്ഷിച്ചേരെ. അല്ലയോ പ്രിയപ്പെട്ട സദനം അന്തേവാസികളെ, വാസിനികളെ, നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ അമ്മൂമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേരേണ്ടതായ അവസരമാണിത്. ശരി, എങ്കിൽ കേട്ടോളൂ. അമ്മാമ്മ മരിച്ച വകയിൽ ഇന്ന് എല്ലാവർക്കും കോഴി പൊരിച്ചത് സ്പെഷ്യൽ. എന്താ? അങ്ങനെയെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ചത്തിരുന്നെങ്കിൽ. 55 കഴിയാത്ത വൃദ്ധന്മാരെ നമ്മൾ സദനത്തിലേക്ക് എടുക്കാറില്ലെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ. 55 എന്ന് തുടങ്ങി 90ഉം 96ഉം വരെ നീങ്ങിപ്പോകുന്ന നിങ്ങളുടെ ജീവിതങ്ങളാ നിസാര തുകയ്ക്ക് ഞാൻ ഏറ്റെടുക്കുന്നത്. അറിയാവോ? അതിനിടയിലാണ് ഏറ്റവും അനാഥരെന്ന് തെളിയിക്കുന്ന വൃദ്ധന്മാരെ സദനത്തിലേക്ക് ഫ്രീ ആയി ഏറ്റെടുക്കുക എന്ന ഭാരിച്ച കടമ. മരിച്ചു കിടക്കുന്ന അമ്മാമയെ ഞാൻ അങ്ങനെ ഏറ്റെടുത്തതായിരുന്നു. പണം തന്ന് താമസിക്കുന്ന നിങ്ങളും അമ്മാമയും ഇവിടെ തുല്യരായിരുന്നില്ലേ? മറിച്ച് തോന്നിയിട്ടുണ്ടോ? അതാണ് എന്റെ ഹൃദയശുദ്ധിയുള്ള പ്രവർത്തനം. പത്രക്കാരിങ് എത്തിക്കഴിഞ്ഞു. ഓ, നമസ്കാരം. വന്നാട്ടെ വന്നാട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മാമ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഞാൻ ഫ്രീ ആയി നോക്കി വളർത്തിയ എന്റെ അമ്മാമയാ. ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് ഒതുങ്ങി നിന്നാട്ടെ. ഫോട്ടോഗ്രാഫറെ, അമ്മാമ്മയ്ക്ക് അടുത്ത് ഡയറക്ടർ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തട്ടെ. മിസ്റ്റർ ഇർവാദീസ്, ഏങ്ങലടിച്ച് കരയുന്നതായി കാണിച്ചേക്കണം. അങ്ങനെ ഉഗ്രം ഫോട്ടോ ആയിരിക്കും കേട്ടോ. വാ, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. അപ്പോഴേ, എന്തൊക്കെയാ പത്രത്തിൽ കാച്ചേട്ടത്? സദനത്തിന്റെ സ്നേഹവാത്സല്യങ്ങൾ ആവോളം നുകർന്ന് മരണപ്പെട്ട അമ്മാമയ്ക്ക് അശ്രുപൂജ എന്നൊരു തട്ടങ്ങ് തട്ടിക്കോ. വിദേശത്ത് വലിയ സ്ഥാനങ്ങളിരിക്കുന്ന മക്കൾ അമ്മാമയ്ക്കുണ്ടെന്നും അവരാരും തിരിഞ്ഞു നോക്കാതിരുന്ന അമ്മാമയെ സദനമേറ്റെടുത്ത് പാപികളായ ആ മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുത്തെന്നും പ്രത്യേകം എഴുതിയേക്കണം. വിദേശത്ത് മക്കളുണ്ടോ തള്ളയ്ക്ക്? എവിടെന്ന്? കിടക്കട്ടെ നീ. ഒരു മരണം വീണ് കിട്ടുമ്പോഴല്ലേ ഉപയോഗിക്കാൻ ഒക്കത്തുള്ളൂ. ഏറ്റു. കാലയ്ക്ക് കയ്യിൽ വെച്ച് തരുന്ന കാര്യം ഞാൻ ഏറ്റു. നമുക്ക് വൈകിട്ട് ക്ലബിൽ വെച്ച് കാണാം. ഓക്കെ? ഡിസംബറിലെ മനോഹരമായൊരു പ്രഭാതമാണിത്. പുലർച്ചെ എഴുന്നേറ്റ് ഞാൻ സെമിത്തേരിയിലേക്ക് പോയി. എൻ്റെ ആഗ്നസിനോട് ഞാൻ യാത്ര ചോദിച്ചു. ഞാൻ അവളോട് പറഞ്ഞു, ആഗ്നസ്, ഞാൻ പോവുക നിർമ്മൽ ഭവൻ വൃദ്ധസദനത്തിലോട്ട്. 1 മാസത്തിനകം തിരിച്ചു വരാമെന്ന സാറ് പറഞ്ഞിരിക്കുന്നത്. യാത്രാനുമതി തരില്ലേ നീ? ആഗ്നസ്, എൻ്റെ ആഗ്നസ്. അപ്പ ചോദിക്കും, എന്തിനാ ഇത്രയും വിഷമിച്ച് വൃദ്ധസദനത്തിലോട്ട് പോകുന്നതെന്ന്. സാറ എന്നോടങ്ങനെ പറഞ്ഞു. അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? കുറച്ച് നാളത്തേക്ക് നമുക്ക് അകന്നു കഴിയാം, പിന്നീടുള്ള കൂടിക്കാഴ്ച രസകരമായിരിക്കും എന്നാ സാറ പറഞ്ഞത്. ആ രസകരമായ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി താൽക്കാലികമായ ഒരു മാറ്റത്താമസം. ഇറങ്ങിയട്ടെ, എല്ലാം കാറിലേക്ക് എടുത്തു വെച്ചു. വിടാ, വീടിനോട് വിടാ, എല്ലാറ്റിനോടും. ഡിസംബറിലെ പ്രഭാതത്തിൽ ഞങ്ങൾ വൃദ്ധസദനത്തിലേക്ക് യാത്ര തിരിച്ചു. എന്തൊരു സന്തോഷം!
അതിനിടയിൽ എവിടെയോ ചെറിയൊരു വേദന, എന്തോ കൈപ്പിടിയിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ. ആവശ്യത്തിനുള്ള ഡൈ, ക്രീം, റേസർ, ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. കൂടിയാൽ 1 മാസം. അതിനിടയിൽ ആ പണിക്കരെ മറ്റും അറിയിക്കേണ്ട. അങ്ങനെ ഫോൺ നമ്പർ അറിയോ? ഇല്ല, ഡിജിറ്റൽ ഡയറി ഞാൻ അങ്ങ് മറന്നു. നമ്മുടെ വീട്ടിലെ നമ്പർ അറിയോ? പിന്നില്ലേ, 370993. എന്താ ശരിയല്ലേ? എന്തൊരു ഓർമ്മശക്തിയാ ചെറിയക്കിന്. സാറാ, ഞാനില്ലാത്ത ഏകാന്തമായ ബംഗ്ലാവിലേക്ക് തിരിച്ചു ചെല്ലുമ്പം നിനക്ക് വിഷമാവില്ലേ? അവിടെ നമ്മൾ ഒന്നിച്ച് ചെലവഴിച്ച ഓരോ നിമിഷവും നിന്നെ വേദനിപ്പിക്കില്ലേ? വേദനിപ്പിക്കും. ഞാനവിടെ ഒറ്റയ്ക്ക് സിറിയക്കിന്റെ ഓർമ്മകളും പ്രാർത്ഥനയുമായി കഴിയും. ഓ എന്റെ സാറ. ആ, മാഡത്തിനെ അറിയിക്കാൻ ഒരു സന്തോഷ വാർത്തയുണ്ട്. 14 നമ്പർ മുറി ബുക്ക് ചെയ്തിട്ടിരുന്ന ഒരു കിളവനെ പറ്റി ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നല്ലോ. അങ്ങേര് മരിച്ചുപോയി. മക്കൾ തട്ടിയതാന്നാ കേൾക്കുന്നേ. ഇനി മാഡത്തിന്റെ മാന്യവർദ്ധന് ആ 14 നമ്പറിൽ ജീവിതകാലം മുഴുവൻ സുഖമായി കഴിയാം. ഓ, ദൈവത്തിന് സ്തുതി. ആ നല്ല മുറി തന്നെ സിറിയക്കിന് കിട്ടിയില്ലോ. ആ, ഇതാ ചെക്ക്. പറഞ്ഞുറപ്പിച്ചതിനേക്കാൾ 1 ലക്ഷം കൂടുതലുണ്ട്. 14 ലക്ഷം ഉള്ളതാണോ? ഇത് സത്യമാണോ? ആ, സത്യമായ സത്യം. എന്റെ കണ്ടീഷനുകൾ അണുകിട മാറാൻ ഇടവരരുത്. ഒക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. 7 കണ്ടീഷനുകൾ. മരിക്കും വരെ തിരിച്ചു ചെല്ലരുത്, VIP പരിചരണം, പിന്നെ വേണ്ട, മനസ്സിലുണ്ടായാൽ മതി. മിസ്റ്റർ സിറിയക് ആന്റണി, ഇതാണ് താങ്കളുടെ മുറി. എങ്ങനെയുണ്ട്? കൊള്ളാം. 1 മാസത്തെ വിശ്രമത്തിന് ഇത് ധാരാളം അല്ലേ സാറാ? അതെ. പിന്നെ 1 മാസത്തെ വിശ്രമത്തിനിടയിൽ ചുമ്മാ അതും ഇതും വാരി വലിച്ചു തിന്ന് തടി കൂട്ടരുത്. ഒത്തിരി വരയ്ക്കണം, വായിക്കണം. ഞാനവിടെ സിറിയക്കിനെ ഓർത്ത് ഒറ്റയ്ക്കാണെന്ന് എപ്പോഴും ഓർമ്മ വേണം. സാറാ വേണ്ട, ഞാൻ നിന്നോടൊപ്പം പോരുക. നീ സങ്കടപ്പെടുന്നത് കാണുമ്പം. ഓ, അത് സാരമില്ല. നീ 1 മാസത്തെ കാര്യല്ലേ, ഞാൻ പറന്നിങ്ങ് വരില്ലേ. അതുവരെ നല്ല മിടുക്കൻ കുട്ടിയായി ഇവിടെ കഴിയണം. മാനേജർ, ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുത്തല്ലോ അല്ലേ? സർ, ഇതാ. തനിക്ക് വല്ല വിവരമുണ്ടോ? ഇതിലെവിടെയാണോ ഇവരുടെ ഫോൺ നമ്പർ? നമ്മളെ ബഹുമാന്യനായ അതിഥിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നിരിക്കട്ടെ, ഫോൺ നമ്പർ ഇല്ലെങ്കിൽ എങ്ങനെ അറിയിക്കും? ഒരാളെ വിട്ട് അറിയിച്ചു വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ടെലിഗ്രാം കിട്ടി വരുമ്പോഴേക്കും. വൃദ്ധസദനത്തിലെ എൻ്റെ ആദ്യ ദിവസം അങ്ങനെ ആരംഭിച്ചു. ഡയറക്ടർ അർത്ഥോക്തിയിൽ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി ഞാൻ പറയട്ടെ. എൻ്റെ മരണത്തെക്കുറിച്ചാണ് ഞാൻ കേൾക്കെ നിസ്സാരമായി അയാൾ പ്രസ്താവിച്ചത്. ലോകം ഡോക്ടർമാർ നിസ്സംഗതയിലേക്ക് വളരെ വേഗം കടക്കുകയാണ്. അപ്പാപ്പ വരൂ, പ്രാർത്ഥനയ്ക്കുള്ള നേരമായി. അപ്പാപ്പനോ? ഇതാരായത്? ഓ, നേഴ്സ് നിർമ്മല. അപ്പാപ്പനായി കഴിഞ്ഞെന്നോ ഞാൻ? അതെ, സിറിയാക്കപ്പാപ്പൻ. നല്ല പേര്. ഇനി എനിക്ക് ഈ സൂട്ടും കോട്ടും ഒന്നും ആവശ്യമില്ല. വേണ്ടതൊരു ഊന്നുവടിയാണ്. ഞാൻ പിടിക്കണം പാപ്പ. പിടിക്കണം. അപ്പോ ഞാനിവിടെ ഒറ്റയ്ക്കല്ല, കൂട്ടിന് നിർമ്മലയുണ്ട്. ദാ ഇതുവഴി. ഞാൻ അങ്ങോട്ട് വരണോ? എന്തേ, പ്രാർത്ഥിക്കാറില്ലേ? പ്രാർത്ഥന വേണ്ടത് മനസ്സിലല്ലേ? അല്ല, നിർമ്മലയ്ക്ക് നിർബന്ധമാണേൽ വരാം. അത്ര ഇഷ്ടമുണ്ടോ എന്നോട്? സംശയമുണ്ടോ?
സിറിയക്കിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ ഏട്ടാ? ഇല്ല, എല്ലാ വഴിയിലൂടെയും അന്വേഷിച്ചു. 1.5 മാസമായി ആ വീട് പൂട്ടിക്കിടക്കുന്നു. സാറയും സിറിയക്കും ഒന്നിച്ചാ പോയിരിക്കുന്നത്. ആ ഡോക്ടർ റോയിയുടെ അവിടെ അന്വേഷിച്ചിരുന്നോ? അവിടെ ചെന്നിട്ടില്ല, ഉറപ്പാ. പോലീസിനൊന്ന് പരാതിപ്പെട്ടാലോ? എന്തു പറഞ്ഞ്? അവർ ഭാര്യയും ഭർത്താവും അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോയി. ഒരു ദിവസം അവർ തിരിച്ചു വന്നാൽ പരാതി കൊടുത്ത നമ്മൾ മോശക്കാരാവാൻ അത് മതി. പ്രാർത്ഥനയോടെ കാത്തിരിക്കുക, അത്രയും നമുക്കാവൂ രേവതി. രണ്ടു മാസമായിരിക്കുന്നു ഞാൻ ഈ വൃദ്ധസദനത്തിലെത്തിയിട്ട്. ഡിസംബറിലെ പ്രഭാതത്തിൽ നിന്നും എൻ്റെ പാവം ജീവിതം ഫെബ്രുവരിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ക്രിസ്തുമസിന് ഒരു കേക്കുമായി എന്നെ കാണാൻ സാറ വരുമെന്ന് കരുതി. ജനുവരി 1 ആശംസാചിരിയും പൂക്കളുമായി അവൾ വരുമെന്ന് കരുതി. അല്ല, സാറായ്ക്ക് വരാൻ ഒക്കാഞ്ഞിട്ട് തന്നെയാണ്. എന്നാലും സാറായ്ക്ക് പകരം എൻ്റെ ആഗ്നസ് ആയിരുന്നെങ്കിലോ? അവളുണ്ടായിരുന്നേൽ ഞാൻ ഈ സദനത്തിലെത്തുമായിരുന്നില്ല. അവൾ എന്നെയും പറ്റിച്ച് മരണത്തിൻ്റെ പൂന്തോപ്പിലേക്ക്. വരുന്നുണ്ട്. എന്തോട്ടാ വരവ്? കാമുകിയും കാമുകനും പോലല്ലേ, കൊഞ്ചി കുഴഞ്ഞ് ശൃംഗരിച്ച്. പണം കൂടുതൽ കിട്ടിയ നിനക്ക് കിട്ടുമല്ലോ ആ വക സൗകര്യമൊക്കെ. അതിനെന്റെ കയ്യില് എവിടെയാ പണം? എന്നാ പിന്നെ അസൂയ കൊണ്ടുള്ള ലേശം പ്രതിഷേധമങ്ങായി കളയാം. പ്രതിഷേധിക്കാനുള്ള അവകാശമാ നമുക്കൊക്കെ ഉള്ളത്. നിയമം തെറ്റിക്കുന്നവർക്ക് നേരെ ഏത് വൃദ്ധസദനത്തിലായാലും നമ്മൾ അത് ഉപയോഗിക്കും. അവനും നഴ്സ് നിർമ്മലിങ് എത്തിക്കഴിഞ്ഞു. എല്ലാവരും കൂടി ഒന്നിച്ചങ്ങോട്ട് പറഞ്ഞാട്ടെ. വഴിമാറ് വരണം. ശരിയാ, ഇവർക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നുന്നു. ഞാനിവിടെ നിൽക്കാം. അല്ലെങ്കിൽ ഇവർക്ക് വിഷമമായാലോ? എന്നാ ഇവിടെ നിന്ന് എല്ലാം ഏറ്റുവാങ്ങ. ഞാൻ പോണു. ശരിയാ, ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഇതത്ര ശരിയല്ല സഹോദര. ഞങ്ങൾക്കും ഉണ്ടാകൂലോ ആഗ്രഹങ്ങള്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തെന്നാ? നിങ്ങൾക്കും ഞങ്ങൾക്കും ഇവിടെ വെവ്വേറെ നിയമം അനുവദിക്കില്ല ഞങ്ങളതിന്. കടല് കാണാൻ പോയപ്പോ നിങ്ങളൊരു മനുഷ്യസ്നേഹിയായിരുന്നെങ്കിൽ ഞങ്ങളെയും കൂട്ടണമായിരുന്നു. ശരിയാ, എന്റെ പിഴയാ അത്. നമ്മൾ ഒന്നിച്ചായിരുന്നു ആ ഉല്ലാസയാത്ര നടത്തേണ്ടിയിരുന്നത്. ഇറക്കല്ലേ, സെന്റിമെന്റ്സ് ഇറക്കല്ലേ. ഈ നിവേദനം ഞാൻ ഇന്ന് തന്നെ ഡയറക്ടർക്ക് സമർപ്പിക്കും. ഇവിടുത്തെ എല്ലാ അന്തേവാസികളും ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. നിങ്ങളൊരു അഹംഭാവിയാ, സ്വയം ഉന്നതനാണെന്ന് കരുതുന്നു. ഇവിടുത്തെ ഒരാളുമായി പരിചയപ്പെടാൻ നാളിതുവരെ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഞാൻ അതിന് ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് പോകാൻ വന്നതാണല്ലോ ഡേവിഡ്. അതുകൊണ്ടാ ഞാൻ. പോകുമത്രേ. എങ്ങോട്ട്? ഇതിനുള്ളിലായാൽ പോകില്ലടോ. എങ്ങോട്ടും ഒരിക്കലും പോയില്ല. വക്രോക്തികളും ദുസൂചനകളും എനിക്കിഷ്ടമല്ല. വാസ്തവത്തിൽ എനിക്കിവിടെ മടുത്തിരിക്കുന്നു. ഉടനെ തിരിച്ചു പോയാൽ എന്തെന്ന് വിചാരിക്കുകയാണ് ഞാൻ. ഡയറക്ടർ, വേഗം ഒരു ടാക്സി ഏർപ്പാട് ചെയ്തു തരൂ. അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കരുത് കേട്ടോ. പോയേ പറ്റൂ. ഞാൻ കാരണം എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. എനിക്കെന്റെ വീടും സ്വത്തും സാറായും. കഷ്ടം. സ്വയം മനസ്സിലാക്കുക സുഹൃത്തെ.
പോകണമെന്ന് വാശി പിടിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. ആവശ്യമില്ലാത്ത അറിവുകൾ ഏറ്റുവാങ്ങാതെ സുഖമായി സ്വപ്നം കണ്ട് കിടക്കുന്നതല്ലേ രസകരം. പേടിയുണ്ടല്ലേ? പെട്ടെന്ന് പോകുന്നതുകൊണ്ട് കെട്ടിയ പണം തിരിച്ചു മേടിക്കുമെന്ന ആ പേടി. എങ്കിൽ കേട്ടോളൂ, ഒരു പൈസ പോലും തിരിച്ചു തരേണ്ടതില്ല. മിസ്റ്റർ സിറിയക്, പാവത്തിൽ പാവമാണ് താങ്കൾ. അതുകൊണ്ട് താങ്കളോട് എനിക്ക് സ്നേഹവും സഹതാപവും ഉണ്ട്. കുറേ കൊല്ലം ഇവിടെ കഴിയുമ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു സ്വാഭാവികത ലഭിക്കും. ആ സ്വാഭാവികതയിൽ ഏത് നടുക്കുന്ന വാർത്തയും ഒന്നുമല്ലാതായി തോന്നും. ആ സ്വാഭാവികത വേണ്ട എന്നാണെങ്കിൽ കേട്ടോളൂ, താങ്കൾക്ക് ഇവിടെ നിന്ന് പോകാനാവില്ല ഒരിക്കലും. 7 കണ്ടീഷനുകളിലാണ് താങ്കളെ സാറ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിയമപ്രകാരമുള്ള എഗ്രിമെന്റ് അത്. കണ്ടീഷൻ നമ്പർ 1, വിശിഷ്ട അതിഥിക്കുള്ള പരിചരണം നൽകണം സിറിയക്കിന്. കാരണം അങ്ങേരുടെ പണത്തേല ഞാൻ രസിക്കുന്നത്. ചുമ്മാ ഒരു മനസാക്ഷിക്കൊത്ത് വേണ്ടല്ലോ. കണ്ടീഷൻ നമ്പർ 2, മരിക്കും വരെ വൃദ്ധസദനത്തിൽ നിന്ന് സിറിയക്ക് തിരിച്ചു വരരുത്. എന്റെ സെക്യൂരിറ്റിക്കാരുടെ ക്ലോസ് ഒബ്സർവേഷനിലാണ് താങ്കൾ എപ്പോഴും. കഷ്ടകാലത്തിന് താങ്കൾ രക്ഷപ്പെട്ടാൽ 14 ലക്ഷമാണ് വെള്ളത്തിലാവുക. കണ്ടീഷൻ നമ്പർ 3, ഒരു കാരണവശാലും സിറിയക്ക് ഞാനും തമ്മിൽ കണ്ടുമുട്ടാൻ ഇടവരരുത്. ഇല്ല, വിശ്വസിക്കില്ല. ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല. കണ്ടീഷൻ നമ്പർ 4, സിറിയക് മരിക്കുമ്പോൾ മാത്രം എന്നെ അറിയിക്കുക. ആളൊരു പാവമാ. അങ്ങേരുടെ ഭാര്യ ആഗ്നസിനടുത്ത് അടക്കം ചെയ്യാനാ. സാറാ, എന്റെ സാറാ, നീ എന്റെ ഹൃദയം വായിച്ചറിഞ്ഞല്ലോ. നന്ദി, നിനക്ക് നന്ദി. കണ്ടീഷൻ 5, സിറിയക്കിന്റെ മരണം സ്വാഭാവികമായിരിക്കണം. കണ്ടോ, സാറയ്ക്ക് എന്നോടുള്ള സ്നേഹം കണ്ടോ? ശരിയാ. ബുദ്ധിമതിയും താങ്കളുടെ ആയുസ്സിൽ സ്നേഹമുള്ളവളുമായ ഒരു ഭാര്യയുടെ ഭർത്താവായിരിക്കുന്നത് ഭാഗ്യമാണേ. തീർച്ചയായും, തീർച്ചയായും ഡയറക്ടർ. പക്ഷേ ഒന്ന് വേഗം മരിച്ചു കിട്ടാൻ എന്താ വഴി? എൻ്റെ പേര് ഔദ. ഭംഗിയായി കോട്ടും പാൻറ്റുമൊക്കെ ധരിച്ച് ദേ ഇതുപോലെ ഞാൻ നടക്കൂ. അസൂയക്കാർ വിളിക്കുക ഔദ തന്താന്ന. ഉള്ളത് പറയാലോ, 58 വയസ്സായി. വയസ്സിനെ വിട്ടുകൊടുക്കില്ല ഞാൻ ഒരിക്കലും. എന്നായാലും ഒരു ദിവസം മരിക്കും. അതുവരെ സന്തോഷമായിട്ട് രസമായിട്ട് ജീവിക്കുക. എൻ്റെ മക്കളാ ആ വന്നത്, കള്ള പലിശകൾ. എനിക്ക് വേണ്ടി കാശ് കെട്ടാനാ വന്നിരിക്കുന്നത്. വലിയ അഭിമാനികളാ. എന്റെ പുതുകല്യാണത്തിന് പടക്കം പൊട്ടിച്ചാ അവർ അഭിമാനം കാത്തത്. പുതുകല്യാണമോ? അതേടോ, അതെ. മനസ്സിലായില്ല. ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോ അവരെന്നോട് യുദ്ധത്തിന് വന്നു. വയസ്സനായ ഞാൻ ഒറ്റയ്ക്കായി. എന്റെ മക്കളും മരുമക്കളും ഒറ്റക്കെട്ടായി. അപ്പോ എനിക്ക് തോന്നി ഒന്ന് കെട്ടണമെന്ന്. സുന്ദരിയായ ഒരു മധുര 17 തന്നെ കെട്ടി. അണുബോംബല്ലേ ചങ്ങാതി ഞാൻ അവിടെ വച്ചു കൊടുത്തിട്ട് പോന്നിരിക്കുന്നത്. ഇപ്പോഴും മനസ്സിലായില്ലേ? ഇല്ല. താനിതെന്താ പൊട്ടനാ? ഓ കേൾക്ക്. വെറിയന്മാരായ എന്റെ മക്കൾക്കിടയിലേക്ക് ഒരു മധുര 17 ചെന്നിരിക്കുന്നേ. എനിക്കറിയില്ല അവന്മാരെയും അവന്മാരുടെ ഭയങ്കരത്തികളായ ഭാര്യമാരെയും. പിന്നത്തെ അംഗം പറയണോ? തരം കിട്ടിയാ ചെല്ലും അവന്മാര് പാത്തും പതുങ്ങിയും. പിന്നെ തല വെട്ടിപ്പൊളി, ആശുപത്രി. അത് കഴിഞ്ഞാലും തീരില്ലെന്നേ തമാശ. എന്റെ മരണശേഷം എന്റെ സ്വത്തൊക്കെ ഞാനൊന്ന് തൊടുക പോലും ചെയ്തിട്ടില്ലാത്ത എന്റെ 17കാരി ഭാര്യയ്ക്കാ ഒക്കെ രേഖാമൂലം എഴുതി വച്ചിട്ടുണ്ട്. എന്തു പറയുന്നു എന്റെ ബുദ്ധിയെപ്പറ്റി? വയസ്സെത്രയായി? 58 അല്ലേ? ഒത്തിരി വൃദ്ധന്മാരെ കാണുന്നതല്ലേ ഡയറക്ടർ? സദനത്തിന്റെ നിയമം അനുസരിച്ച് 3 വയസ്സ് അധികമാണ്. ഒരു 70 തൊട്ടേ കിടപ്പിലാകൂ. 58 + 22 ആകെ 80.
22 കൊല്ലത്തേക്കുള്ള തുക മുൻകൂർ വാങ്ങിച്ചേര്. ഞാനിങ്ങേരെ മൂത്ത മകനാ, ഇത് എന്റെ അനിയൻ. 22 കൊല്ലം അത്രേ, മുടിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. ഡയറക്ടർ, ഇത് കുറച്ചധികമാണ്. നിയമം നിയമം തന്നെയാണ്. കള, നിയമത്തിലല്ലാതെ എവിടെയാ തിരിമറി നടത്തുക? കാശുമായുള്ള ഏർപ്പാടാവുമ്പോൾ ലേശം വിട്ടുവീഴ്ചയൊക്കെ വേണ്ടി വരില്ലേ ഡയറക്ടറെ? ഇത്രയും നേരം വായിട്ടടിച്ചതല്ലേ, ഒരു 2 കൊല്ലം കുറയ്ക്ക്. 20 വയസ്സ്, റൗണ്ട് ഫിഗർ ആയിക്കോട്ടെ. എന്താ? എങ്കിൽ പിന്നെ ശരി. ഇതാ തുക, ഞങ്ങൾ പോകുന്നു. പോയി കിട്ടി. ഏതാ എന്റെ കാറ്റഗറി? തേട്. മക്കൾ അത്രേ തന്നുള്ളൂ. പറ്റില്ല, ഈ ചെക്ക് നോക്ക്. 40 ലക്ഷം രൂപ. അതെ, ഇത് താങ്കൾക്കുള്ളതാണ്. എനിക്ക് ഒന്നാമൻ തന്നെ ആവണം. ഹലോ, ഞാൻ ഡൊമിനിക്. മിസ്റ്റർ സിറിയക് അല്ലേ? അതെ. ഞാൻ സാറ പറഞ്ഞിട്ട് വരികയാ. ആണോ? എവിടെ എന്റെ സാർ? എവിടെ? സാറ വന്നിട്ടില്ല. മാസങ്ങൾ അതോ കൊല്ലങ്ങളോ? അതൊന്നും എനിക്ക് ഓർമ്മയിലില്ല. പറയണം ഡൊമിനിക്, എന്താ സാർ എനിക്കായി താങ്കൾ വശം? അത് ഞാൻ താങ്കളോട് ഗൗരവമുള്ള ചില സംഗതികൾ സംസാരിക്കാനായാണ് വന്നത്. തമാശ തന്നെ. ഗൗരവമുള്ള സംഗതികൾ, അതും എന്നോട്? താങ്കൾ വളരെ ബുദ്ധിമാനും കാരുണ്യവാനുമാണെന്ന് സാറ എപ്പോഴും പറയാറുണ്ട്. എന്റെ സാറയ്ക്ക് എന്നെ അറിയാം. എങ്കിൽ ആ കാരുണ്യവും ബുദ്ധിയും ഞാനും സാറയും താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരിക്കലുമില്ല. നോക്കൂ, ഒരു ഒളിച്ചോട്ടത്തിനോ താങ്കളിൽ നിന്ന് മറച്ചു വെക്കുന്നതിനോ ഞാനും സാറയും ആഗ്രഹിക്കുന്നില്ല. ഞാൻ സാറയേക്കാൾ 3 വയസ്സ് എളുപ്പമാ. പക്ഷേ പ്രായവ്യത്യാസമല്ലല്ലോ ദിവ്യമായ പ്രേമത്തെ കൂട്ടിയിണക്കുന്നത്. താങ്കൾ ഒരു കാരുണ്യവാനാണ്. സാറയെ താങ്കൾ എനിക്ക് തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. സാറയെ ഞാൻ ഡൊമിനിക്കിന്? നിങ്ങളിൽ നിന്ന് ലീഗലായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം. താങ്കൾക്ക് അതിന് കഴിയുകയുമില്ല. എല്ലാം നിയമാനുസൃതമായിരിക്കുന്നതല്ലേ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിന് നല്ലത്. ഈ രേഖ നോക്കിയാട്ടെ. താങ്കളെ ഡോക്ടർ റോയി മാത്യുവിന്റെ മനോരോഗ കേന്ദ്രത്തിൽ 2 വർഷം കിടത്തി ചികിത്സിച്ചതിന്റെ റിപ്പോർട്ട്. ഭ്രാന്ത് ഭേദമായെങ്കിലും ആക്രമണ സ്വഭാവവും വീട്ടു സാധനങ്ങൾ നശിപ്പിക്കുന്ന പ്രവണതയും വർദ്ധിച്ചതിനാൽ ഡിസംബർ 4 നിർമ്മൽ ഭവൻ വൃദ്ധസദനത്തിലാക്കിയതിന്റെ സർട്ടിഫിക്കറ്റാണ് ഇത്. ഇതെല്ലാം ചേർത്ത് തന്റെ ജീവനും സ്വത്തിനും അപകടം വരുത്താനിടയുള്ള സിറിയക് ആന്റണിയിൽ നിന്ന് മോചനം നൽകാൻ കരഞ്ഞപേക്ഷിക്കുന്ന സാറയുടെ ദയാഹർജി ഇത്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. നല്ല കാര്യം, നല്ല കാര്യം. എന്നാലും സാറ എന്നെപ്പറ്റി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കേട്ടില്ലേ? കാരുണ്യവാനെന്ന്. രോമാഞ്ചം വരുന്നുണ്ട് എനിക്ക്. പോകും മുമ്പേ ഈ കടലാസിൽ ഒരൊപ്പ്. സാറയെ സർവവിധ താല്പര്യത്തോടും കൂടി എനിക്ക് തന്നതായിട്ട്. അതിനെന്താ, ദാ ഇട്ട് കഴിഞ്ഞു. സന്തോഷമായി. താങ്കൾ നല്ലവനാണ്, മറക്കില്ല കേട്ടോ. താൻ നല്ല അനുസരണമുള്ള കുട്ടിയാ. സാറയ്ക്ക് മുഷിയില്ല. സമയാകാലത്ത് പ്രസവിച്ചിരുന്നേൽ എന്റെ മകനും ഇതേ പ്രായം കാണുമായിരുന്നു. ഇറങ്ങട്ടെ മിസ്റ്റർ സിറിയക്. ഗുഡ് ബൈ. സാറായോട് എന്റെ അഭിനന്ദനങ്ങൾ പറയണം. ഒരു മിനിറ്റ്. ഇത് വിവാഹ ദിവസം സാറ എനിക്കണിയിച്ച മോതിരവാ. ഇതിന് ഡൊമിനിക്കിനിരിക്കട്ടെ. ഗുഡ് ബൈ. എന്റെ ജിതിനും നികിതയും വാ
വാ, ഞാനിവിടെ പണിക്കരും രേവതിയും ഇതെന്നാ അവസാന സീനിൽ കഥാപാത്രങ്ങളെല്ലാം ഒന്നിക്കും പോലെ. ഇന്നാ സിറിയക്ക് ഇവിടെയുള്ള വിവരം അറിഞ്ഞത്. ഉടനെ പുറപ്പെടുകയായിരുന്നു. നന്നായി കാണാനായില്ലോ. നികിത മോൾ, മിസ്റ്റർ ജിതിൻ സുഖമാണോ? ഞങ്ങൾക്കൊപ്പം വരില്ലേ അങ്കിൾ? പോകാം ശ്രീയക്ക്. എന്തൊരു സന്തോഷമുള്ള ദിവസമായിന്ന്. പണിക്കരെ, ഒരുപാട് വൈകിപ്പോയിടോ താൻ. എനിക്ക് തിരിച്ചു വരാനൊക്കത്തില്ല. എഗ്രിമെന്റാ. പോ, എനിക്കാരെയും കാണണ്ട. സിറിയക്, ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. എനിക്ക് സ്നേഹിക്കാൻ അറിയത്തില്ല. പോടാ, എല്ലാവരും എന്നെ വിട്ടു പോകാൻ. ഞാൻ പിടിക്കണോ അപ്പാപ്പ? പിടിക്കണം നിർമ്മല. ഞാൻ വയസ്സനായി പോയിരിക്കുന്നു. വൃദ്ധസദനം നാടകം ഇവിടെ സമാപിക്കുന്നു. രചന ടി വി കൊച്ചുബാവ. അവതരണം ആകാശവാണിയുടെ തൃശൂർ നിലയം.